Hello everyone, welcome to my channel. ഇന്ന് നമ്മൾ നോക്കുന്നത് പത്ഥർ की बेंच എന്ന പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പത്ഥർ की बेंच पर कौन कौन बैठे हैं उनकी संवेदनाएं क्या क्या है. ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്, അവരുടെ ഫീലിംഗ്സ് എന്തൊക്കെയാണ്. पत्थर की बेंच पर एक बच्चा, एक युवक और एक बूढ़ा बैठे हैं. അപ്പോൾ പത്ഥർ की ബെഞ്ചിൽ ഒരു കുട്ടി, ഒരു യുവാവ്, ഒരു വൃദ്ധനും ഇരിക്കുന്നുണ്ട്. ബച്ച റോത്താ ഹെ और भूख मिटने पर चुप होता है. കുട്ടി കരയുന്നു, എന്നാൽ വിശപ്പ് മാറിയപ്പോൾ മിണ്ടാതിരിക്കുന്നു. युवक थक कर अपने कुचले हुए सपनों को सहलाता है और बूढ़ा इंसान रिटायर होने के पश्चात बेंच पर दोपहर में सोता है. യുവാവ് തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ സാന്ത്വനിപ്പിക്കുന്നു. അതുകൂടാതെ ആ വൃദ്ധൻ റിട്ടയർമെന്റിന് ശേഷം ബെഞ്ചിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകയാണ്. दो और लोग उस बेंच पर बैठे हैं. वे पति पत्नी या प्रेमी प्रेमिका भी हो सकते हैं. वे उस बेंच पर बैठकर भविष्य के सपने बुन रहे हैं. വേറെ രണ്ട് വ്യക്തികൾ കൂടി ബെഞ്ചിലിരിക്കുന്നുണ്ട്. അവർ പതി പത്നിയായിരിക്കാം, അല്ലെങ്കിൽ പ്രേമി പ്രേമികയായിരിക്കാം. അവരവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയാണ്. അപ്പോൾ ഈ ആൻസറിൽ ഐ തിങ്ക് ഈ വീഡിയോയിലെ എല്ലാ ആൻസേഴ്സിലും തന്നെ ഈ ബെഞ്ചിൽ നിന്ന് ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബാടമുള്ള 2 ലൈൻ ഉണ്ട്, എല്ലായിടത്തും ഒറ്റ ലൈനാണ് ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. सबों ने पत्थर की बेंच का सहारा लिया क्यों? എല്ലാവരും ഈ पत्थर की बेंचिने आश्रयिച്ചു, എന്തുകൊണ്ട്? पत्थर की बेंच एक सार्वजनिक स्थान पर मौजूद है जहां बहुत लोग आते हैं. उस पर बैठकर सब लोग आराम करते हैं. उस बेंच पर बैठकर सब लोग अपने थकान और काम का बोझ दूर करते हैं. അപ്പോൾ ഈ പത്ഥറിന്റെ ബെഞ്ച് ഉള്ളത് ഒരു സാർവജനിക് സ്ഥാനിലാണ്, എന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലേസിലാണ്. മൗജൂദ് ഹോന എന്ന് വെച്ചാൽ പ്രസന്റ് ആവുക. അവിടെ ഒരുപാട് വ്യക്തികൾ വരും, അതിലിരിക്കും, എന്നിട്ട് റെസ്റ്റ് ചെയ്യും. ആരാം കർണ, റെസ്റ്റ് ചെയ്യുക. ആ ബെഞ്ചിലിരുന്നു കൊണ്ട് ഒരുപാട് വ്യക്തികൾ തങ്ങളുടെ ക്ഷീണവും അതുപോലെ തന്നെ ജോലി ഭാരവും മാറ്റുന്നു. അതായത് ക്ഷീണത്തിൽ നിന്നും ജോലി ഭാരത്തിൽ നിന്നും വർക്ക് ലോഡിൽ നിന്നും ഒരു ആശ്വാസം നേടുന്നു. പത്ഥർ की बेंच किसका प्रतीक है? പത്ഥറിന്റെ ഈ ബെഞ്ച് എന്തിന്റെ പ്രതീകമാണ്? पत्थर की बेंच अधिकतर सार्वजनिक स्थानों पर होती है. वह लोगों को खुली हवा में बैठकर अपने मन के बोझ हल्का करने के लिए बनाई गई एक सुविधा है. അപ്പോൾ ഈ പത്ഥറിന്റെ ബെഞ്ചുകൾ ഉള്ളത് യൂഷ്വലി പബ്ലിക് പ്ലേസസിലാണ്. അവിടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഒരു റിലീഫ് കിട്ടാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സുവിധാണ്, ഒരു സൗകര്യമാണ് ഈ പത്ഥർ की बेंच. इसलिए पत्थर की बेंच इंसानियत तथा सार्वजनिकता का प्रतीक है. അതുകൊണ്ട് തന്നെ ഈ പത്ഥർ की बेंच ഇൻസാനിയത്ത്, മനുഷ്യത്വത്തിന്റെയും, സാർവജനികത, മനുഷ്യത്വത്തിന്റെയും അതുപോലെ തന്നെ ഒരു പൊതുവായ സ്ഥലത്തിന്റെയും പ്രതീകമാണ്. കവിത പഠ്കർ ഭരെ. ജൈസെ ബച്ച रो रहा है फिर भी बिस्कुट कुतरता है. കവിത വായിച്ചിട്ട് ഇപ്പൊ ഈ വായിച്ച സെന്റൻസിന്റെ മോഡലിൽ താഴെ തന്നിട്ടുള്ള വേർഡ്സ് മാറ്റി എഴുതാനാണ്, സെന്റൻസസ് മാറ്റി എഴുതാനാണ് പറയുന്നത്. युवक थका हुआ है फिर भी अपने कुचले हुए सपनों को सहला रहा है. बूढ़े ने अपनी आंखों को हाथों से डांप लिया है फिर भी भर दोपहरी में सो रहा है. पत्थर की बेंच का कवि क्यों आशंकित है? പത്ഥർ की बेंच എന്ന ഈ കവിതയുടെ കവി എന്തുകൊണ്ടാണ് ആകുലപ്പെട്ടിരിക്കുന്നത്? पत्थर की बेंच बहुत पुरानी है. उस पर उसके आसपास के कितनी ही पीढ़ियों की न जाने कितने सुख दुख, प्रेम, अवसाद, विश्राम, उत्साह की संवेदनशील स्मृतियां हैं. പത്ഥർ की बेंच ഒരുപാട് പഴക്കമുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെ എത്രയോ തലമുറകളിലെ എത്രയോ വ്യക്തികളുടെ സുഖവും ദുഃഖവും, പ്രേമം, അവസാദ് എന്ന് വെച്ചാൽ വിരഹം, ദുഃഖം, അതുപോലെ തന്നെ വിശ്രമം, ഉത്സാഹം തുടങ്ങിയ ഒരുപാട് ഇമോഷൻസിന്റെ ഓർമ്മകൾ അതിലുണ്ട്. കബ് ബനി, എപ്പോഴാണ് ഉണ്ടായത് അറിയില്ല. കിസ്നെ ബൻവായി, ആരാണ് ഉണ്ടാക്കിയത് അതും അറിയില്ല.
बनवाने के पीछे का इतिहास क्या है, ഇതുണ്ടാക്കിയതിന്റെ പിന്നിലെ ചരിത്രം എന്താണ്. यह सब कोई न जाने, ഇതൊന്നും ആർക്കും അറിയില്ല. लेकिन आज कवि आशंकित है क्योंकि किसी दिन इसी पत्थर की बेंच के लिए हत्याओं का सिलसिला शुरू हो सकता है. എന്നാൽ ഇന്ന് കവി ആകുലപ്പെട്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഈ പത്ഥർ കി ബെഞ്ചിന് വേണ്ടി പോലും കൊലപാതകങ്ങളുടെ പരമ്പര തുടങ്ങിയേക്കാം. देखें, अपने इलाके के मैदान में खड़े ये मित्रगण चिंतित है. इनसे हमदर्दी जताते हुए ചിത്ര വാചൻ കരെ. താഴെ തന്നിട്ടുള്ള പിക്ചറിൽ കുറച്ച് കുട്ടികൾ അവരുടെ ഏരിയയിലെ മൈതാനത്തിൽ നിൽക്കുകയാണ്. അവരോട് ഹംദർദി സഹാനുഭൂതി കാണിച്ചുകൊണ്ട് ഈ ചിത്രത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. एक मैदान में बच्चे खेल रहे हैं लेकिन इस मैदान में मिट्टी खोदने का काम चल रहा है. ഒരു മൈതാനത്തിൽ കുട്ടികൾ നിൽക്കുന്നുണ്ട്, അവിടെയാണെങ്കിൽ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. अब यह खेलने लायक नहीं है, इसके बारे में वे चिंतित है. ഇനി ഇവിടെ കളിക്കാനായിട്ട് പറ്റില്ല, ഇത് കളിക്കാൻ യോജ്യമായിട്ടുള്ള സ്ഥലമല്ല ഇനി. ഈ കാര്യത്തെക്കുറിച്ച് അവർ ആകുലപ്പെട്ടിരിക്കുകയാണ്. ये लड़के लड़कियां क्यों चिंतित है, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തുകൊണ്ടാണ് വറീഡ് ആയിട്ടിരിക്കുന്നത്. उन लड़के लड़कियों की आंखों के सामने उनका खेल मैदान नष्ट किया जा रहा है. ആ ബോയ്സിന്റെയും ഗേൾസിന്റെയും മുന്നിലാണ് അവരുടെ പ്ലേ ഗ്രൗണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. मैदान के नष्ट होने के बाद वे क्या करेंगे, कहाँ खेलेंगे, इन सब मन में उमड़ते सवालों के कारण वे चिंतित है. അപ്പോൾ ഈ മൈതാനം നശിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എവിടെ കളിക്കും, ഇങ്ങനെ മനസ്സിൽ ഉയർന്നു വരുന്ന ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. യേ ക്യാ സോച്ച് രഹേ ഹോങ്കെ, ആ കുട്ടികൾ എന്താവും ചിന്തിക്കുന്നുണ്ടാവുക. ഉൻകാ മൻ ബഹുത് ചിന്തിത് ഹോഗ, വേ സോച്ച് രഹേ ഹോങ്കെ കി ആജ് കെ ബാദ് കഹാ ഖേലേംഗെ, അവരുടെ മനസ്സ് ഒരുപാടധികം വറിഡായിരിക്കും. അവർ ആലോചിക്കുന്നത് നാളെ മുതൽ എവിടെ കളിക്കും എന്നാണ്. ഇസ് मैदान को नष्ट क्यों किया जा रहा है, എന്തിനാണ് ഈ മൈതാനം നശിപ്പിക്കുന്നത്. इससे उचित मैदान हमें कहाँ मिलेगा, ഇതിലും അനുയോജ്യമായിട്ടുള്ള ഒരു മൈതാനം ഞങ്ങൾക്ക് എവിടെയാണ് കിട്ടുക. യഹാ നസ്ദീക്കി मैदान कहाँ होगा, ഇവിടെ അടുത്ത് എവിടെയാണ് വേറൊരു മൈതാനം ഉണ്ടാവുക. क्या हम उस नए मैदान को अपना पाएंगे, ഞങ്ങൾക്ക് ആ പുതിയ മൈതാനത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ. നസ്ദീക്കി എന്ന് പറഞ്ഞാൽ അടുത്ത്. हमारे पास ऐसी जगहें कौन कौन सी है, നമ്മളുടെ അടുത്ത് ഇത്തരം സ്ഥലങ്ങൾ ഏതൊക്കെയാണുള്ളത്. घर का आंगन, വീടിന്റെ മുറ്റം. നസ്ദീക്കി ഖേത്, അടുത്തുള്ള വയലുകൾ. ഖുലേ मैदान, തുറന്ന മൈതാനങ്ങൾ. പാർക്ക്, സ്കൂൾ मैदान, സ്കൂൾ ഗ്രൗണ്ട്സ്. मंदिर का मैदान, ക്ഷേത്രങ്ങളിലെ മൈതാനങ്ങൾ. सार्वजनिक स्थानों के नष्ट हो जाने पर क्या नुकसान होता है, പബ്ലിക് പ്ലേസസ് നശിക്കുന്നതിലൂടെ എന്ത് നഷ്ടമാണ് ഉണ്ടാവുന്നത്. നുക്സാൻ, നഷ്ടം. सार्वजनिक स्थानों के नष्ट होने से समाज पर बहुत बड़ा प्रभाव पड़ता है. പബ്ലിക് പ്ലേസസ് നശിക്കുന്നത് കാരണം സമൂഹത്തിൽ വലിയൊരു ഇഫക്റ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. सार्वजनिक स्थान इंसानों को आराम तथा उनके मन को सुकून पहुंचाते हैं. പബ്ലിക് പ്ലേസസ് മനുഷ്യർക്ക് ആരാം, റെസ്റ്റും അതുപോലെ തന്നെ അവരുടെ മനസ്സിന് സുക്കൂൻ, റിലീഫും നൽകുന്നുണ്ട്, ആശ്വാസവും നൽകുന്നുണ്ട്. ऐसे स्थानों पर कोई छोटा बड़ा या अमीर गरीब नहीं होता. ഇത്തരം സ്ഥലങ്ങളിൽ ആരും ചെറിയവനെന്നോ വലിയവനെന്നോ അല്ലെങ്കിൽ ധനികനെന്നോ ദരിദ്രനെന്നോ ഒന്നും തന്നെ ഉള്ള വ്യത്യാസങ്ങളില്ല. वहाँ पर सब एक समान होते हैं. ऐसे स्थानों पर समय व्यतीत करके कुछ लोग अपने दुख भूलते हैं जो घर पर नहीं कर सकते. പബ്ലിക് പ്ലേസസിൽ എല്ലാവരും ഈക്വൽ ആണ്. ഇത്തരം സ്ഥലങ്ങളിൽ പലരും വന്ന് അവരുടെ വിഷമങ്ങൾ മറക്കുന്നു. വീട്ടിൽ കിട്ടാത്ത തരം സമാധാനം അവർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്. കുച്ച് ലോഗ് സാർവജനിക് സ്ഥാനോं पर आकर अपने एहसासों को खुलकर जीते हैं. ഖുൽക്കർ എന്നുള്ളത് ഒറ്റ വേർഡാണ് കേട്ടോ. ഇങ്ങനെ പബ്ലിക് പ്ലേസസിൽ വന്നിട്ട് അവർ തങ്ങളുടെ ഫീലിങ്സിനെ എക്സ്പ്ലോർ ചെയ്യാണ്. बच्चे जवान बूढ़े जैसे सभी उम्र के लोग ऐसे जगहों का भरपूर आनंद उठाते हैं. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെ ബच्चे, കുട്ടികൾ,
ജവാൻ യങ് ആയിട്ടുള്ളവർ, ബൂഢെ, വൃദ്ധർ, അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ അവരെല്ലാവരും ഹാപ്പിയാണ്. इन जगहों के नष्ट से सभी लोगों के जीवन पर बहुत ज़्यादा प्रभाव पड़ता है. ഇത് നഷ്ടമായി കഴിഞ്ഞാൽ, ഇത്തരം സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആളുകളുടെ ജീവിതത്തിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. സങ്കേതോं के आधार पर लेख लिखे. താഴെ തന്നിട്ടുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. വിഷയ് സമാജ് നിർമ്മാൺ മേ സാർവജനിക് ജഗഹോ കാ യോഗ്ദാൻ. ഒരു സമൂഹത്തിന്റെ ഫോർമേഷനിൽ പബ്ലിക് പ്ലേസസിനുള്ള റോള്, യോഗ്ദാൻ, കോൺട്രിബ്യൂഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് ലേഖ എഴുതേണ്ടത്. അപ്പം അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ്: സാമാജികത ക സംഗം സ്ഥാൻ, സൊസൈറ്റിയിലെ ആളുകൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ദൂസറോ കെ സുഖ് ദുഃഖ് പർ ഹംദർദി, മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ട് അതിനോട് സഹാനുഭൂതി കാണിക്കുക. ഘട്ടി സാർവജനിക് ജഗഹെ, കുറഞ്ഞു വരുന്ന പബ്ലിക് പ്ലേസസ്. സ്വാർത്ഥ് കി ജീത്ത്, സ്വാർത്ഥതയുടെ വിജയം. പ്രാസംഗികത, റെലവൻസ്. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, സമാജ് നിർമ്മാൺ മേ സാർവജനിക് ജഗഹോं का योगदान. समाज के निर्माण में सार्वजनिक जगह महत्वपूर्ण ഭൂമിക നിഭാത്തെ ഹെ. ഭൂമിക എന്ന് വെച്ചാൽ റോള്. അപ്പം സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ പബ്ലിക് പ്ലേസസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. समाज में विभिन्न तरह के लोग रहते हैं. अलग अलग जाति, धर्म और सोच विचार वाले लोग मिलजुल कर रहते हैं. ഒരു സമൂഹത്തിൽ ഭിന്നമായിട്ടുള്ള ചിന്ത ഉള്ള ആളുകളാണ് ജീവിക്കുന്നത്. പലതരം ജാതി, മതം, അതുപോലെ തന്നെ ചിന്താഗതിയുള്ള ആളുകൾ പരസ്പരം മിങ്കിൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. മിൽജുൽക്കർ എന്ന് വെച്ചാൽ മിങ്കിൾ ചെയ്തുകൊണ്ട്. ഉൻകാ ആപ്സി വിശ്വാസ് और साथ देने की आदत ही समाज की बुनियाद होती है. അതായത് അവരുടെ പരസ്പരമുള്ള വിശ്വാസം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ഹാബിറ്റ്, ആദത്ത് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്, അതാണ് ഈ സമൂഹത്തിന്റെ ബുനിയാദ്. ബുനിയാദ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ. ഉൻകാ യह रिश्ता अटूट बनाए रखने के लिए सार्वजनिक स्थानों का होना अनिवार्य है. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ നശിച്ചു പോവാതിരിക്കണമെങ്കിൽ പബ്ലിക് പ്ലേസസ് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. मैदान, समुद्र तट, पार्क आदि जैसे सार्वजनिक जगहें उनके आपसी मुलाकात और बातचीत के लिए मौका प्रदान करती है. मैदान, സമുദ്ര തട്ട് എന്ന് വെച്ചാൽ ബീച്ച്, അതുപോലെ തന്നെ പാർക്ക് തുടങ്ങിയ പബ്ലിക് പ്ലേസസ് ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനും തമ്മിൽ സംസാരിക്കുന്നതിനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. दूसरों के सुख दुख पहचानने तथा उनके प्रति हमदर्दी जताने का अवसर भी ऐसे स्थान हमें देते हैं. മറ്റുള്ളവരുടെ സുഖങ്ങളും ദുഃഖങ്ങളെയും കുറിച്ച് അറിയാനും അത് തിരിച്ചറിയാനും അതുപോലെ തന്നെ അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഇത്തരം പബ്ലിക് പ്ലേസസ് നമുക്ക് തരുന്നുണ്ട്. लेकिन आज सबकी जिंदगी में बहुत बदलाव आ चुकी है. എന്നാൽ ഇന്ന് എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ബദ്ലാവ്, ചേഞ്ചസ്, മാറ്റങ്ങൾ. സുഖ് സുവിധായും പഹലെ സെ കൈ ഗുണ ബഡ് ഗയി ഹെ. എല്ലാ ഫെസിലിറ്റീസും മുൻപത്തെക്കാളും ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. മാനവ് വ്യസ്ത ജീവൻ കെ കാരണം അധിക് ലാൽച്ചി തഥാ സ്വാർത്ഥി ബൻ ഗയാ ഹെ. മനുഷ്യര് ഈ ബിസി ആയിട്ടുള്ള ലൈഫില് ലാൽച്ചി, ഗ്രീഡി, അത്യാഗ്രഹിയും അതുപോലെ തന്നെ സ്വാർത്ഥിയുമായിട്ട് മാറിയിരിക്കുകയാണ്. ഖുദ് കെ അലാവ കിസി കെ ബാരെ മേ നഹി സോച്ച്തേ ഹെ. സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. इसलिए सार्वजनिक स्थानों पर लोगों की संगम की संख्या बहुत अधिक घट गई है. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് പ്ലേസസിൽ മീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഘटना, കുറയുക. सार्वजनिक स्थानों की दिन प्रतिदिन घटती हुई संख्या मानव के सामने एक बहुत बड़ी मुश्किल या यूं कह सकते हैं कि चुनौती छोड़ जाती है. അതായത് പബ്ലിക് പ്ലേസസിന്റെ കുറഞ്ഞു വരുന്ന, ദിനം പ്രതി കുറഞ്ഞു വരുന്ന എണ്ണം മനുഷ്യരുടെ മുന്നിൽ വലിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ചുനോത്തി, ഒരു ചാലഞ്ച് ആണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. മനുഷ്യ കാ സ്വാർത്ഥ ഇസ് ഹദ് തക് बढ़ गया है कि उन्हें अपने आने वाली पीढ़ियों की जिंदगी का भी ख्याल नहीं है. മനുഷ്യരുടെ സ്വാർത്ഥത ഈ ലിമിറ്റ് വരെ, ഹദ് എന്ന് വെച്ചാൽ ലിമിറ്റ്, എത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവർക്ക് വരാൻ പോകുന്ന തലമുറകളെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതായിരിക്കുന്നു. വേ കിസി ബാത് की फिक्र किए बिना सभी सार्वजनिक स्थानों को प्रदूषित करते हैं और नदी, नाले, झील, तालाब आदि जल स्रोत जिनके पास रहकर लोगों के मन को सुकून मिलती है उन्हें भी नष्ट कर देते हैं.
അവർക്കിപ്പോൾ ഒരു തരം ഫിക്റും ഇല്ല, ഒരു കെയറും ഇല്ല. അവരെന്താണ് പബ്ലിക് പ്ലേസസ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രദൂഷിത് കർണ എന്ന് വെച്ചാൽ പൊല്യൂട്ട് ചെയ്യുക, മലിനീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടാണ്ട് നദി, കുളം, അതുപോലെ തന്നെ സ്ട്രീംസ് തുടങ്ങിയ വാട്ടർ റിസോഴ്സസ് ഒക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ആളുകളുടെ മനസ്സിനൊരു റിലാക്സേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മനുഷ്യർ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. लालच में इंसान इन जल स्रोतों का नाश कर वहाँ ऊंची ऊंची फ्लैट और मकान बनाते हैं, इसलिए लोगों की मेल मिलाप की आज़ादी भी कम हो जाती है. സ്വാർത്ഥരായ മനുഷ്യർ ഇത്തരം ജലസ്രോതസ്സുകളെ മണ്ണിട്ട് മൂടിയിട്ട് അവിടെ വലിയ വലിയ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ മക്കാൻ ബിൽഡിങ്സും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തമ്മിൽ കണ്ടുമുട്ടാനും അതുപോലെ തന്നെ സംസാരിക്കാനുമുള്ള ആസാദി, ഫ്രീഡം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. सार्वजनिक स्थानों के नष्ट होने के पश्चात लोगों के मन का बोझ बढ़ जाता है. അവിടെ ലോഗ് ഉൻകെ എന്നല്ല, ലോഗോം കെ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പബ്ലിക് പ്ലേസസ് നഷ്ടപ്പെടുന്നതിലൂടെ തന്നെ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. ക്യോങ്കി ഇൻ स्थानों के नष्ट होने से उनके मन का बोझ हल्का करने का माहौल भी खो जाता है. ഇത്തരം സ്ഥലങ്ങൾ നശിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ മനസ്സിലെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് അവരുടെ മനസ്സിനെ ലൈറ്റ് ആക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ മാഹോൾ നശിച്ചു പോകുന്നു, ഇല്ലാതാവുന്നു. സ്ഥാനവും എന്നാണ് കേട്ടോ. ക്യോങ്കി ഇൻ സ്ഥാനോ ഉൻകെ മൻ കോ സുക്കൂൻ നഹി മിൽ പാത്ത, അവരുടെ മനസ്സിന് ഒരു റിലീഫും കിട്ടില്ല. सार्वजनिक स्थानों का संरक्षण हमारे समाज की मांग और उससे भी बढ़कर हमारी ज़रूरत है. പബ്ലിക് പ്ലേസസിനെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ആവശ്യത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. इसलिए सार्वजनिक स्थानों का संरक्षण करना हमारा दायित्व है. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് പ്ലേസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദായിത്വമാണ്, അതായത് ഉത്തരവാദിത്വമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത की ആസ്വാദൻ टिप्पणी लिखें. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. कविता की आस्वादन टिप्पणी. पत्थर की बेंच चंद्रकांत देवताली की कविता है. पत्थर की बेंच चंद्रकांत देवताली ജിയുടെ കവിതയാണ്. यह एक समकालीन कविता है. ഇതൊരു സമകാലീനമായിട്ടുള്ള കവിതയാണ്, അതായത് പ്രസന്റ് ടൈംസിലെ പ്രശ്നത്തിന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കവിതയാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. उसके सपने कोमा इतनी पत्थर रोशनी पत्थर फेंक रहा हूँ आदि उनकी प्रमुख रचनाएं हैं. അപ്പോൾ മേലെ പറഞ്ഞതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. പ്രസ്തുത കവിത വർത്തമാൻ വിഡംബനാओं पर कठोर प्रहार करने वाली है. ഇവിടെ തന്നിട്ടുള്ള കവിത, അതായത് ഈ പത്ഥർ കി ബെഞ്ച് എന്ന് പറഞ്ഞ കവിത വർത്തമാന കാലത്തിലെ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്നവയാണ്. പ്രഹാർ കർണ എന്ന് വെച്ചാൽ ശരിക്കും അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇസ്മേ കവിനെ വർത്തമാൻ പീഡി കി പുകാർ കോ വാണി ദി ഹെ, അതായത് ഇപ്പോഴത്തെ തലമുറയുടെ മനസ്സിലെ ആ വേദനയ്ക്ക് ശബ്ദം കൊടുക്കുകയാണ് കവി ചെയ്യുന്നത്. पार्क में स्थित वर्षों पुरानी पत्थर की बेंच पर एक रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है. उतरते न लाटो, कुतरते. थका युवक अपने सपनों को सहलाता है और बूढ़ा अपनी आंखों को हाथों से बंद करके सोता है. പാർക്കിലെ വർഷങ്ങൾ പഴക്കമുള്ള ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബിസ്ക്കറ്റ് കഴിച്ച് വിശപ്പ് മാറുമ്പോൾ ശാന്തനാകുന്നു. അതുപോലെ തന്നെ ഒരു യുവാവ് തൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ സാന്ത്വനിപ്പിക്കുന്നു. ഒരു വൃദ്ധൻ തൻ്റെ കൈകൾ കൊണ്ട് കണ്ണ് അടച്ചുകൊണ്ട്, കണ്ണ് മൂടിക്കൊണ്ട് ആ ബെഞ്ചിൽ കിടന്നുറങ്ങുന്നു. ഇസ് ബെഞ്ച് पर कितनी पीढ़ियों के सुख दुख प्रेम विरह വിശ്രാം ഉത്സാഹ കി സംവേദനശീൽ യാദേ ഹെ. എത്രയോ തലമുറകളുടെ പലതരം ഓർമ്മകൾ ഈ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇസ് ബെഞ്ച് കാ स्थापन कब किया होगा? आज की हालत में कौन इस बेंच को उखाड़ कर ले जाएगा और इस पर विराजमान होगा? इस आशंकित सवाल से कविता समाप्त होती है. ഈ ബെഞ്ച് എപ്പോഴാണ് സ്ഥാപിച്ചത്? ഇന്നത്തെ കണ്ടീഷനിൽ ഈ ബെഞ്ച് ആരെങ്കിലും പിഴുതുകൊണ്ടു പോകുമോ?
ഉഖാഡ്ന പിഴുതെടുക്കുക. അതോ ആരാണ് ഇതിൽ ഇരിക്കുക, വിരാജ്മാൻ ഹോന ഇരിക്കുക. ഇങ്ങനെ ഒരു ആശങ്കയോട് കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. पत्थर की बेंच सार्वजनिक जगह का प्रतीक है. कविता में कवि सरल शब्दों द्वारा जिन जिन संवेदना को व्यक्त करते हैं वह आज के हर साधारण मनुष्य की संवेदना ही है. പത്ഥർ കി ബെഞ്ച് ഒരു സാർവജനിക് ജഗ ക പ്രതീകമാണ്, അതായത് പബ്ലിക് പ്ലേസിന്റെ ഒരു പ്രതീകമാണ്. കവിതയിൽ കവി വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് വഴി എന്തെല്ലാം ഇമോഷൻസ് ആണോ, എന്തെല്ലാം ഫീലിങ്സ് ആണോ വ്യക്തമാക്കുന്നത് അത് ഇന്ന് സാധാരണ മനുഷ്യരിൽ കണ്ടുവരുന്ന ഫീലിങ്സ് തന്നെയാണ്. സ്വാർത്ഥ വ്യക്തിയോ ദ്വാര ആജ് സാർവജനിക് ജഗഹോ കാ നാശ് കിയാ ജാ രഹാ ഹൈ. സ്വാർത്ഥരായ വ്യക്തികൾ ഇന്ന് പബ്ലിക് പ്ലേസസ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.